വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നത്. ബർഗറും ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബർഗർ പോളയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ചെറുനാരകയുടെ പകുതി നീരും നമുക്കിതിൽ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ഫ്രൈ പാൻ എടുക്കാം, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കായം തേച്ച് വെച്ചാൽ ഓരോ ചിക്കനായിട്ട് നമുക്കിതാ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് വേണ്ട ഒരു 4-5 കോഴിമുട്ടയാണ്. ഈ കോഴിമുട്ടയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് കോഴിമുട്ട ഒരു കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്നായതിനു ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതായി ബ്രെഡ് നമുക്ക് അതുപോലെ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് കയറ്റി വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ റൗണ്ടിൽ ഫില്ല് ചെയ്ത് വെക്കാം. അതിനുശേഷം കുറച്ച് മയോണൈസ് ഇതുപോലെ പുരട്ടി കൊടുക്കാം. നല്ല കട്ടി തന്നെ എല്ലാ ഭാഗത്തും ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിനി വട്ടത്തിൽ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതാ കുക്കുംബർ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടെ ഇങ്ങനെ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അരിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇങ്ങനെ നീളത്തിൽ പിച്ചിയെടുത്ത് ഇതിന് ചുറ്റും ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും കുറച്ച് മയോണൈസ് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് കാബേജും കൂടി ഇതിൻ്റെ മേലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ചീസാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ചീസ് ഇങ്ങനെ എല്ലാ ഭാഗത്തും കവർ ചെയ്ത് വെക്കാം. ഇതൊരു ക്രീമി ആയിട്ടുള്ളൊരു ബർഗർ പോളായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ വീണ്ടും തക്കാളി, ക്യാപ്സിക്കം, കുക്കുംബർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ബ്രെഡ് വീണ്ടും ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ബ്രെഡ് പുറത്തായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ഏകദേശം ബ്രെഡെല്ലാം കവർ ചെയ്ത് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ക്യാപ്സിക്കോ തക്കാളി എന്നിവ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ബാക്കിയുള്ള മുട്ടയും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എൻ്റെ ബർഗർ പോള റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗം ഒന്ന് വേവാനായിട്ടുണ്ട്. അത് ഞാൻ പാനിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രീമി ബർഗർ പോള റെഡി ആവാൻ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നല്ലൊരു ക്രീമി റെസിപ്പിയാണ്, അത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.